ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. വർക്ക് എന്താ കാളവണ്ടിയില്? എന്റെ അച്ഛോ, ഞാൻ തെണ്ടിയല്ലേ. കാറ് പിടിച്ചേർന്നോട് തെണ്ടാൻ പറ്റുമോ? അങ്ങനെ തെണ്ടിയാൽ തന്നെ വല്ലതും തരുമോ? അതുകൊണ്ട് ഞാൻ കാളവണ്ടി കയറി. അച്ഛോ, ഇവിടെ ഉള്ളവന്മാരെല്ലാം ലുബ്ധന്മാരാ. ഞാൻ ചന്ത വരെ ഒന്ന് പോയി നോക്കട്ടെ. ചിലപ്പോ 10-15 ഒത്തൊന്ന് വരും. വർക്കിയുടെ ഭാണ്ഡത്തിൽ ഒരുപാട് കാശുണ്ടെന്നാ പറയുന്നത്. ആരാ പറഞ്ഞത്? അച്ഛനോട് ആരാ പറഞ്ഞത്? പറഞ്ഞമാരുടെ വായല് കുറിപ്പ് വരും. തരാനാണ് പറഞ്ഞത്. ജോണി, give me that bottle. I want some more drink. ജോണി. ഈ സ്ത്രീ എന്തിനാണ് ബഹളം ഉണ്ടാക്കുന്നത്? അവൾ ഒരുപാട് കുടിച്ചു, പിന്നെയും വേണമെന്ന് ബഹളം കൂട്ടുകയാണ്. ജോണി, give me that bottle. No, Shirley. I want some more drink. മതി, ഒരുപാട് കുടിച്ചു. ജോണി, give me that bottle. ഇതാ കുടിച്ചു നശിക്കൂ പിശാച്. ഷർലി, ഈ സ്ത്രീയെ നിങ്ങൾ എവിടുന്ന് കണ്ടുമുട്ടി? കോവളത്ത് ഒരു ഹോട്ടലിൽ വെച്ച്. ഇന്നലെ മുതൽ ഇവൾ ഞങ്ങളുടെ ഫ്രണ്ടാണ്. ഫാദർ, നിങ്ങൾ ഷെർലിയെ അറിയുമോ? നോ, ഞാൻ അറിയില്ല. എന്താ നിങ്ങൾ അയാളെ കൊല്ലാൻ പോവാണോ? നിന്റെ കാമുകനോട് മര്യാദയ്ക്ക് നടന്നോളാൻ പറ. ജെയിംസ്, വേണുവിനെ വെറുതെ വിടരുത്. അവനോട് ഇതിന് പകരം ചോദിക്കണം. ഇല്ലെങ്കിൽ എനിക്കാണ് അതിന്റെ കുറച്ചിൽ. ചുണയില്ലാത്തവന്റെ കൂടെ എന്തിനു നടക്കുന്നുവെന്ന് കൂട്ടുകാരികൾ എന്നോട് ചോദിക്കും.
തല വല്ലാതെ വേദനിക്കുന്നുണ്ടോ? വരൂ, നമുക്ക് പോവാം. വേണോ? എന്താ വിളിച്ചത്? വേണു, മിസ്റ്റർ വേണു എന്ന് വിളിക്കൂ. മര്യാദക്കാരെയല്ലേ അങ്ങനെ വിളിക്കേണ്ടത്? അതെ ഷെർലി, എന്നെ പോലെ ഒരു മര്യാദക്കാരൻ ഈ കോളേജിലുണ്ടോ? അതെ അതെ, നിങ്ങൾ എന്തിനാ ജെയിംസിനെ തല്ലിയത്? ഓ അതോ, അത് മര്യാദ പഠിപ്പിക്കാൻ. എന്നെ എന്തിനാ ജെയിംസ് ചവിട്ടിയെന്ന് ചോദിക്കണം. കളിക്കുമ്പോ ചിലപ്പോ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നിരിക്കും. ആ എങ്കിൽ തല്ലുകൊണ്ട കാര്യം ആരോടും പറയണ്ട, വലിയ പബ്ലിസിറ്റിയും കൊടുക്കണ്ട. നിങ്ങൾ കളിയാക്കാണല്ലേ? നോ, കാര്യം പറഞ്ഞതല്ലേ. ഹോ, വലിയ തല്ലുകാരനാണല്ലേ. എന്നെ ഒന്ന് തല്ലാമോ? ഏയ്, ഈ ലോകം മുഴുവൻ പ്രതിഫലമായിട്ട് തരാമെന്ന് പറഞ്ഞാലും ഞാനത് ചെയ്യില്ല. മനോഹരമായ മുഖം, പൂവിതൾ പോലുള്ള ശരീരം, ഞാനത് തൊടുക പോലുമില്ല. നിന്റെ ഈ സൗന്ദര്യത്തിൽ മോഹിച്ച് നിന്നെ ആരെങ്കിലും പിടിച്ചോണ്ട് പോയാൽ അവനുമായി യുദ്ധം ചെയ്ത് നിന്നെ ഞാനിവിടെ പിടിച്ചോണ്ട് വരും. എടോ, താൻ എന്താണ് പറയുന്നത് തനിക്കറിയാമോ? മര്യാദയ്ക്ക് സംസാരിക്കണം. എന്റെ കാലിൽ ചെരുപ്പിട്ടിരിക്കുന്നതേ കാല് നോവാതിരിക്കാൻ മാത്രമല്ല, തന്നെ പോലുള്ളവരെ ചിലപ്പോ കണ്ടുമുട്ടുമെന്ന് കരുതിയിട്ട് കൂടിയാണ്. വിവരം കെട്ടവനെ. നീ ഒരു പെണ്ണാണ്, അത് അറിഞ്ഞോണ്ട് വേണം നീ സംസാരിക്കാൻ. ഞാൻ ആരാണെന്ന് നിനക്കറിയാം. ആട്ടിന്റെ പല്ലിയാനെടുക്കും. ഓടി. മിസ്റ്റർ വേണു, പിന്നെ മൂട്ട കിട്ടിയ ഈ മൂട്ടയോ കയറ്റി അയക്കാണ്. വള്ളാനെ ചോരയില്ലാത്ത എന്നെയും കൂടെ കിടന്ന് കടിക്കണേ. ഓ, എന്താ വാസു? അയ്യോ അച്ഛനോ? ഈശോമിശിഹായ്ക്ക് സ്തുതി. വണ്ടി പോയി കഴിഞ്ഞ് അങ്ങോട്ട് വരണമെന്ന് വിചാരിച്ചു. ഇന്നലെ രാത്രിയില് കാലിലൊരു പെട്ടി വീണു. ഒരു മുടിഞ്ഞ പട്ടാളക്കാരന്റെ പെട്ടി. അത് വീണ് പെരുവിരലൊന്ന് വീങ്ങി. വാസു, ആശ്രമത്തിലേക്ക് വരും. വണ്ടി ഇന്ന് ലേറ്റ് ആണെന്ന് തോന്നുന്നു. ലേറ്റിന്റെ കാര്യമൊന്നും പറയണ്ട. 8:15 വരേണ്ട ലോക്കലാ, മണി 9 7:15 പോകേണ്ട ട്രിവാൻഡ്രം മെയില് ഇതേവരെ വന്നിട്ടില്ല. അവൻ എവിടെയോ കിടന്നുറങ്ങുക. അവൻ പോയിട്ട് വേണം ഇവന് പോകാൻ. ഗുഡ് മോർണിംഗ് മിസ്റ്റർ മണിയർ. എടോ പട്ടറേ, താനാ കുന്ത അവിടുത്തെ ചെവിക്കാത്തോട്ട് വെക്ക്. അച്ഛൻ വന്ന് നിൽക്കുന്നു, പറയുന്നത് കേക്ക്. വാസു, എന്തിനാ ഇദ്ദേഹത്തോട് ദേഷ്യപ്പെടുന്നത്? അദ്ദേഹത്തിന് ചെവി കെട്ടുകൂടാത്തത് അദ്ദേഹത്തിന്റെ കുറ്റം കൊണ്ടല്ലല്ലോ. അല്ലച്ചു, ഞാൻ എപ്പോഴും ഈ പൊട്ടോട് പറയാറുണ്ട്, തന്റെ കുന്ത്രാടൻ ചെവിക്കാത്തൊന്ന് മാറ്റരുതെന്ന്. വണ്ടി പാളം തെറ്റി സ്റ്റേഷൻ തകർത്ത് ഇങ്ങേരുടെ നെഞ്ചത്ത് കയറിയിരുന്നാലും ഇങ്ങനെ അറിയത്തില്ല. പട്ടരിൽ പൊട്ടനില്ലെന്നാണ് പ്രമാണം. ദേ നോക്ക്, നമ്മക്ക് കിട്ടിയ പട്ടര് പൊട്ടനായി പോയി. ആ പോട്ട് വാസു. മിസ്റ്റർ മണിയർ. ഹലോ ഫാദർ, വാങ്ക വാങ്ക, ഉட்காருங்க, sit down. നോ താങ്ക്സ്. എന്റെ പാഴ്സൽ വന്നോ? എന്ത് പറയാനാ ഫാദർ, വണ്ടി ഇന്നേക്കും ലേറ്റ്, നേരത്തേക്കും ലേറ്റ്, നാളേക്കും ലേറ്റ് താ. വണ്ടിയുടെ കാര്യമല്ല, എന്റെ പാഴ്സലിന്റെ കാര്യമാണ് ഞാൻ ചോദിച്ചത്. ആമാ, പാസഞ്ചറിന് ലേറ്റ് താ. എന്റെ പൊന്നു സാറേ, അച്ഛൻ പറയുന്ന വേറെ കാര്യമാ. ഈ കുന്ത്രാടൻ ചെവിയിലോട്ട് വെച്ചൊന്ന് കേക്ക്. ആ ഫാദർ, ഇവിടെ എല്ലാം ഒരേ ബഹളം. തീവണ്ടിയുടെ ബഹളം, ആ ബഹളം, ഈ ബഹളം, ആൾ ബഹളം, എല്ലാം ഒരേ ബഹളം. ആത്തിലെ പോനാ ഭാര്യയുടെ ബഹളം. അതിനാലേ ആവശ്യമാ എന്തെങ്കിലും കേൾക്കാറുണ്ടെങ്കിൽ മാത്രമേ ഞാൻ ഇതിന് ചെവിയിൽ വെക്കാറുള്ളൂ. ഐ എം സോറി. ഫാദർ വല്ലതും പറഞ്ഞോ? എന്റെ പാഴ്സൽ വന്നോ മിസ്റ്റർ മണിയർ? അതെപ്പോഴേ വന്നു. അത് ഇന്നലെ രാത്രി 42 ഡൗണിനെ വന്നു കഴിഞ്ഞിരിക്കുന്നു. മെഡിസിൻ, മിൽക്ക് പൗഡർ,
നീ ഗോതമ്പ് ഉണ്ടായിരുന്നെന്ന് എനിക്കൊരു സംശയം. ഉണ്ട്. ആ, അങ്ങനെ വരട്ടെ. ഗോതമ്പ് ഹെൽത്തിന് വളരെ വിശേഷമാണ്. നമുക്കത് കുറച്ച് കഴിക്കണം. ഇറച്ചിയും കൂട്ടിയാണ് കഴിക്കേണ്ടത്. ചുമടാ ഫാദർ കേട്ടോ? അവൻ ആരുടെ മുഖത്ത് നോക്കിയാ പറഞ്ഞു? ഈ ഉത്തമ ബ്രാഹ്മണന്റെ മുഖത്ത് നോക്കി അവൻ പറഞ്ഞത് കേട്ടോ? ഇതിനാല് താൻ ഞാൻ ഈ കാതിൽ എപ്പോഴും പോടാമേ ഇരിക്കുന്നത്. ആവശ്യമില്ലാമേ എതൊക്കെ വഴക്കിടണം? ആവശ്യമുള്ളത് മട്ടും കേട്ടാ പോതുമേ. വാസു, ചാക്കും പിന്നെ പെട്ടിയും സഞ്ചിയും എടുത്ത് ഫാദറിന്റെ ആശ്രമത്തിൽ കൊണ്ടുപോകും. കൊണ്ടുപോടാ. അപ്പോ ഞാൻ വരട്ടെ. മോനിവിടെ നിന്നോണം. ഇത് തന്നെ ഇത് ഇതാ. ഇന്ന് നേരത്തെ പോണ്ടല്ലോ. നിന്നോട് ഞാൻ പറഞ്ഞില്ലേ ഇങ്ങോട്ടൊന്നും നടന്നു വരരുതേന്ന്. അങ്ങോട്ടൊന്നും പോണ്ട കേട്ടോ. ദാ ഇവിടെ തന്നെ ഇരുന്നോണം. അച്ഛൻ എന്നാ ഒരു അൽസേഷൻ പറ്റിയെ വളർത്താത്തത്? പിള്ളേർക്ക് കണ്ണു കാണാൻ പാടില്ലാത്തോണ്ടേ കള്ളന്മാര് കയറിയാലും അറിയത്തില്ല. അച്ഛന്റെ നോട്ടം എല്ലായിടത്തും വേണം. ആ, മോളത്തെ പെട്ടിയെടുത്തു. സൂക്ഷിച്ചെടുക്കണേ, പൊട്ടിക്കല്ലേ. ഇന്നടാ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് ഫാദർ. മക്കളെ, എന്റെ വക ഒരു ഗുഡ് മോർണിംഗ് കൂടെ. വാസു നിങ്ങൾക്ക് വേണ്ടി ഗോതമ്പും പാൽപ്പൊടിയും കൊണ്ടുവന്നിരിക്കുക. ശാന്തമ്മേ, മോഹന് ടാബ്ലറ്റ്സ് കൊടുത്തോ? കൊടുത്തു. സ്റ്റീഫന്റെ കാല് ഡ്രസ് ചെയ്തോ? ചെയ്തു. ആശാരി കുഞ്ഞുപണിക്കന്റെ മകൻ മരിച്ചെന്നൊരാൾ വന്ന് പറഞ്ഞു. പാവം, ഞാൻ ഒരുപാട് ശ്രമിച്ചു ആ ചെറുപ്പക്കാരനെ രക്ഷിക്കാൻ. കഴിഞ്ഞില്ല. ഈശ്വര നിശ്ചയം അതായിരിക്കും. എപ്പോഴാ ശവം അടക്കുന്നത്? വൈകുന്നേരം എന്നാ പറഞ്ഞത്. ശരി, എനിക്കതിന് പോണം. കളിച്ചൊക്കെ മതി, ക്ലാസ്സിലേക്ക് പോകൂ. ചേച്ചി, ചേച്ചി വീട്ടിലേക്ക് വാ, അവിടെ താമസിക്കാം. അതല്ലേ നല്ലത്. വേണ്ട വാസു. അച്ചോ, അച്ഛൻ ചേച്ചിയോടൊന്ന് പറയണം. നോക്കാനും എടുക്കാനും ആളില്ലാതെ ആ വീട് അങ്ങനെ കിടന്ന് നശിച്ചു പോവും. ശാന്തമ്മേ, നീ വേണമെങ്കിൽ വീട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ. നിന്റെ സഹോദരനല്ലേ വിളിക്കുന്നത്? ഞാൻ അച്ഛനോട് എത്രയോ നാളായി പറയുന്നു, ഇനി എന്റെ വീടും കൂടും എല്ലാം ഈ ആശ്രമമാണെന്ന്. ശരി, നിന്റെ ഇഷ്ടം. വസു, ആ പെട്ടുകൂടെ എടുത്തോളൂ, അതിനകത്ത് മരുന്നാണ്. അച്ചോ, എന്റെ വിരലിൽ ഇച്ചിരി മരുന്ന് വരട്ടണം. വരൂ. ഓ, സാറേ, സാറേ, കണ്ണ് കാണാൻ പാടില്ല. ധർമ്മന്താ സാറേ, കണ്ണ് കാണാൻ പാടില്ല സാറേ.
സാറേ കണ്ണ് കാണാൻ പാടില്ലായിട്ടല്ലേ സാറേ ധർമ്മം ചോദിക്കുന്നത്. സാറേ 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 10 പൈസ. എടോ ഈ ധർമ്മം കൊടുക്കുന്നതിനൊക്കെ ഒരു അന്തസ്. താനൊരു 1ാം ക്ലാസ് യാത്രക്കാരനല്ലേ, തനിക്ക് എനിക്കൊരു 5 രൂപ തന്നാലും എന്താ പോടന്നോ? തന്റെ സ്ഥാനത്ത് ഞാനും എന്റെ സ്ഥാനത്ത് നീയായിരുന്നെങ്കിൽ ഞാനൊരു 5 രൂപ കൊടുക്കായിരുന്നു. പോകാനാ പറഞ്ഞത്. പോവാനോ? എങ്ങോട്ട് പോവേ? എന്നെ പോലെ തെണ്ടി തിരിഞ്ഞ് നടന്നിട്ട് ഈ കരിഞ്ചന്തിയും കള്ളക്കടത്തുകൊണ്ട് കാശുണ്ടാക്കി വന്നതല്ലേ അല്ലേ? ഒരു മാന്യ സാറേ ബിരിയാണി തിന്നാൻ കൊതിയാവുന്നു. ഒരു 5 രൂപ താ സാറേ. തെണ്ടിക്ക് ബിരിയാണി തിന്നാ ദഹിക്കില്ല, മാന്യന്മാർക്കേ ദഹിക്കുള്ളൂ.